ഇറ്റ് വെൽക്കംസ് ടു ഡെറി. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കത്തിച്ചു എന്നാണ്. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് നശിപ്പിച്ചു, നല്ല അസലായിട്ട് നശിപ്പിച്ചു. എങ്ങനെയാണ്? അവരുടെ പ്രോപ്പഗാൻഡ, DEI, വോക്ക് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് ഒറ്റ വാക്ക് പറയാൻ പറ്റില്ല. ബ്ലാക്ക് ആക്ടേഴ്സിനെ കൊണ്ട് വളരെ നല്ല റോളുകൾ ചെയ്യിപ്പിച്ചിട്ട് വൈറ്റ് ആക്ടേഴ്സ് വില്ലന്മാരാക്കി കാണിക്കുക. ലിറ്ററലി അതാണ് വോക്ക് ഇൻ ഹോളിവുഡ്. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് നടന്നിരിക്കുന്നത്. ഒന്നാമത് നമ്മളിപ്പോൾ മെയിൻ കാസ്റ്റ് എടുത്ത് നോക്കിയാൽ എപ്പിസോഡ് 1 ആ ചെറിയ പയ്യന്മാരുണ്ടല്ലോ, ആ രണ്ട് പയ്യന്മാരും ഒരു പയ്യൻ്റെ അനിയത്തി, 3 പേര് മരിച്ചു. ബാക്കി ഒരു പെണ്ണും പിന്നെ വേറൊരു പെണ്ണും, അവളാണോ ബാക്കിയുള്ളത്. അതാണ് സീസൺ 1 എപ്പിസോഡ് 1 എൻഡിങ്. അപ്പോൾ നമ്മളെന്താ പറയുക, ഇനിയും ഇതേപോലെ തന്നെ ആയിരിക്കും, ഹൊറർ സീനുകളൊക്കെ അടിപൊളിയായിരിക്കും, കിടിലനായിരിക്കും എപ്പിസോഡ് 2 നമ്മൾ വിചാരിക്കും. പക്ഷെ നടന്നത് തീർത്തും ഓപ്പോസിറ്റ്. എപ്പിസോഡ് 1 സത്യം പറഞ്ഞാൽ ഹൊറർ സീൻസ് എന്ന് പറയാൻ മെയിൻലി ആയിട്ട് 3 സീൻസ് എന്തേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രൊപ്പഗാൻഡ. ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ലെറോയ് ഹാൻലോൺ. അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റോറി കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് നാട്ടിലേക്ക് വരുന്നു, മോനെ കൊണ്ടുവരുന്നു. ആ വൈഫിനെ അവിടുത്തെ സൊസൈറ്റിയിൽ അംഗീകരിക്കുന്നില്ല. ആൻഡ് മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്നു. പക്ഷേ അവിടുത്തെ കുട്ടികളായിട്ട് അവൻ ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അവിടുത്തെ കുട്ടികൾ അവനെ താഴ്ത്തി കെട്ടി കാണുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡ് 2 പറയാനുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ റേസിസം ഇങ്ങനെ കാണിക്കുക. സംഭവം ശരിയാണ്, 1960 കഥ നടക്കുന്നത്. അന്നത്തെ കാലത്ത് റേസിസം ഉണ്ട്. ബട്ട് അതിനല്ലല്ലോ നമ്മളിവിടെ സീരീസ് കാണാൻ പോകുന്നത്. അത് തന്നെ കുത്തിക്കയറ്റി അത് നമ്മുടെ മുമ്പിൽ ലിറ്ററലി പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് സംഭവം, ഇങ്ങനെ നടന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ തിന്മയും നന്മയും ഉണ്ടെന്ന് കാണിക്കണമായത്. ഇത് ബ്ലാക്ക് ആക്ടേഴ്സ് ആർ പ്യുവർ ഹാർട്ടഡ് പീപ്പിൾ ആൻഡ് വൈറ്റ് പീപ്പിൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരാളെന്നുള്ളൊരു പ്രൊപ്പഗാൻഡ ലിറ്ററലി എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകൻ ആൻഡ് മേക്കേഴ്സ് ഓഫ് കോഴ്സ്. ഇത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇൻ്റർവ്യൂവിൽ. എന്താ പറയുക, അന്നത്തെ കാലത്ത് റേസിസം ഉണ്ടായിരുന്നു, അത് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് പറയുമെന്ന് ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടായിരുന്നു ഈ ഡയറക്ടറിൻ്റെ. പക്ഷേ ഇത്രയും എക്സ്പോസ്ഡ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതൊരു ട്രാൻസ്ലേഷൻ സീനുണ്ട്. ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് ബ്ലെൻഡിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു രീതിയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ബ്ലാക്കായ മിലിറ്ററി ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ഛർദ്ദിച്ചിട്ട് അതിൻ്റെ അടുത്ത സീൻ എന്താ അറിയോ, അതിനകത്തൊരു പെണ്ണുണ്ടല്ലോ, ഈ ലാസ്റ്റ് എപ്പിസോഡ് 1 സർവൈവ് ചെയ്ത ആ ബ്ലാക്ക് വൈറ്റ് പെൺകുട്ടി, അവളുടെ പ്ലേറ്റിൽ മെസ്സിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു കറി പോലത്തെ എന്താ സാധനം എനിക്കറിയില്ല, അത് ഒഴിക്കുന്നു. അതായത് അവിടെ ഒരു ബ്ലാക്ക് ആക്ടർ ഛർദ്ദിക്കുന്നു, നേരെ ട്രാൻസിഷനായിട്ട് ആ ഛർദ്ദിക്കുന്നത് ഈ പ്ലേറ്റിലേക്കാണെന്ന് കാണിക്കുന്നു. എന്ത് ട്രാൻസിഷനാണിത്? ഇങ്ങനെ വൃത്തികൾ കാണിക്കുന്നതാണ് ഒരു ഹൊറർ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും, സത്യം പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് സത്യം പറഞ്ഞ സീൻ. ലിറ്ററലി അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ചിന്തിച്ചു പോയി ഒരു സമയത്ത്. ഭയങ്കര ബോറായിപ്പോയി ഓവർ. പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ മിലിറ്ററി ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലെറോയ് ഹാൻലോൺ. അദ്ദേഹത്തിന് ഒരു മോനുണ്ട്, അഭിനയിക്കാനൊന്നും അറിയില്ല ചെക്കന്. വെറുതെ അവിടെ ഈ DEIൻ്റെ ഭാഗമായിട്ട് പിടിച്ചുകൊണ്ടിരുത്തിയായിരിക്കും. എനിവേ, പിന്നെ എന്താ പറയുക, വേറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിരാശയാണ് എപ്പിസോഡ് 2. യുവമാർക്ക് രാഷ്ട്രീയം പറയാനും പ്രൊപ്പഗാൻഡ പറയാനും സമയമുള്ളൂ. ഐ തിങ്ക് അതിൻ്റെ ഒരു ക്ലൂ എനിക്ക് കിട്ടിയിരുന്നു. ഞാനത് ഫസ്റ്റത്തെ വീഡിയോയിലും പറഞ്ഞു. ലൈക്ക് എപ്പിസോഡ് 1 ആരൊക്കെ മരിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കഥ എങ്ങനെ പോകുന്നത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഹോപ്പ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ 2-3 സീനുണ്ട്. ഒന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ ആ ഒരു സീന്, പിന്നെ ഒരു പെണ്ണുണ്ടല്ലോ അമാൻഡ, അവളുടെ സ്വപ്നത്തിൽ വരുന്ന സീന്, പിന്നെ അതേപോലെ എൻഡിങ്ങിൽ ആ കാറ് വരുന്ന സീന്. ഇത് 3 ഓക്കെയാണ്. ബട്ട് അതിലേക്കാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതാണ് കുഴപ്പം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബ്ലാക്ക് ആക്ടേഴ്സ്, ബട്ട് ഇറ്റ്സ് ബിക്കോസ് ദേ ഫോഴ്സ്ഡ് ടു ബി ദർ. ദേ ഫോഴ്സ്ഡ് ടു ബി നന്മമരം, യുനോ. അതാണ് കുഴപ്പമായത്. അവരിലും ഈവിൾ ഉണ്ടെന്ന് കാണിക്കുന്നു, ഇവരിലും ഈവിൾ ഉണ്ടെന്ന് കാണിക്കുന്നു. ഇറ്റ് ഇസ് സെറ്റ് ഇൻ 1916, അപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഇത്
ദേ ആർ പ്യുവർ ഹാർട്ടഡ് പീപ്പിൾ, ദീസ് ആർ ഈവിൾ. അതിൻ്റെ ഇടയിൽ നമ്മളെ പെന്നി വൈസ് എന്തിനു എന്നാൽ ആ കഥ പറഞ്ഞ പോരായിരുന്നു, എന്തിനാ ഈ പെന്നി വൈസിനെ ഇവിടെ കൊണ്ടുപോയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ഉണ്ട്, ഐ മീൻ റഷ്യൻ അമേരിക്ക യുദ്ധമൊക്കെ കാണിക്കുന്നുണ്ട്. ഐ മീൻ യുദ്ധം കാണിക്കുന്നുണ്ടെന്നല്ല, അവർ തമ്മിലുള്ള ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി കഥ അങ്ങോട്ടേക്ക് പോകും നമുക്ക് വിചാരിക്കാം. ഐ ഹോപ്പ് ഈ എപ്പിസോഡ് 2 മാത്രമായിരിക്കാം ഇങ്ങനെ, ഇനി അങ്ങോട്ടേക്ക് നന്നാകും എന്ന് വിചാരിക്കുന്നു. ബട്ട് കാസ്റ്റ് ലിസ്റ്റിൽ അറിയാലോ, ദേ പർപ്പസ്ഫുള്ളി എഡിറ്റഡ് ഔട്ട് ദ വൈറ്റ് പീപ്പിൾ ആൻഡ് പുട്ട് ദ ബ്ലാക്ക് ആക്ടേഴ്സ്. എന്താ ചെയ്യല്ലേ, ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കുഴപ്പം. ഇതൊക്കെ നോർമലി വരുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ ഇത് ഫോഴ്സ്ഫുള്ളായി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. എനിക്ക് നമുക്ക് നോക്കാം. എപ്പിസോഡ് 2 ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. എപ്പിസോഡ് 3യുടെ റിലീസ് ഡേറ്റ് പറയണമല്ലോ ഞാൻ. ഇറ്റ് വെൽക്കം ടു ഡെറി എപ്പിസോഡ് ഗൈഡിൽ November 9 ഇപ്പോൾ എപ്പിസോഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇടും. ഓവറോൾ ഇപ്പോൾ നമുക്ക് IMDb നോക്കാനാണെങ്കിൽ 8 ഉണ്ട്, റോട്ടൻ ടൊമാറ്റോസ് 82%. ഗൂഗിളിൽ റിവ്യൂ ഒക്കെ നമുക്ക് വെറുതെ എടുത്ത് നോക്കാം, ഇവന്മാരൊക്കെ എന്താ പറയുന്നതെന്ന്. ഫസ്റ്റ് 1 സ്റ്റാറിൽ റിവ്യൂ എന്തൊക്കെയാണ് പറയുന്നത്, വേണ്ട റിവ്യൂ നോക്കണ്ട ഗൈസ്, നിങ്ങളെന്തായാലും കണ്ടോളൂ. കാരണം എന്താ വെച്ചാൽ ഐ ഹോപ്പ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ, ഐ ഹോപ്പ് സോ. ബൈ ബൈ. എനിവേ നമുക്ക് നോക്കാം November 9 എന്താ പോകുന്നത്.